ചേട്ടാ ഇപ്പോ എത്ര വർഷമായി പരിപാടി തുടങ്ങിയിട്ട്? 30 വർഷമായി. ഇവിടെ സ്ഥലം എവിടെയാണ്? അരിപ്പാട്, ആലപ്പുഴ. ഇവിടെ ഇപ്പൊ വന്നിട്ട് എത്ര? 3-4 കൊല്ലം കൊണ്ട് വരുന്നുണ്ട്. കൊല്ലമായിട്ട് വരുന്നുണ്ട് ഇവിടെ. അല്ല ഇപ്പൊ ഈ ഒരു സീസണിൽ 2 മാസമായി വന്നിട്ട്. 2 മാസം കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടുന്ന് ഏകദേശം 2-3 മാസം കൂടെ കാണും. 3 മാസം കൂടെ ഇവിടെ. അതായത് എന്താ ഇതിന്റെ നട്ട് കഴിയുമ്പോൾ നടാറാകുമ്പോ ഇവിടുന്ന് പോകും. പാലക്കാട് പോകും. പാലക്കാട് പോയി 30 ദിവസം പാലക്കാട് പോയി താവും. 30 ദിവസം 30 ദിവസം ഇല്ല 40 ദിവസം കഴിയുമ്പോൾ പോയി താവും. അപ്പൊ തിരുവോട്ട് കൊണ്ടു കഴിയുമ്പോഴത്തേക്ക് പാലക്കാട് പോകും. അന്നേരപ്പോഴത്തേക്ക് അവിടെ കൊയ്ത്താകത്തുള്ളൂ. അവിടെ ആലപ്പുഴയില് അല്ല പാലക്കാട്. പാലക്കാട് കഴിയുമ്പോഴേ തിരിച്ച് നാട്ടിൽ പോകും. ഇത് ഷിഫ്റ്റ് ചെയ്യലും ഇതൊക്കെ കുറച്ചൊരു വണ്ടിക്ക് എക്സ്പെൻസ് ഉണ്ട്. ഞങ്ങൾക്ക് അവിടുന്ന് 15,000 രൂപ അങ്ങോട്ട് വണ്ടിക്കൂലി. 15,000 അതിലിടയ്ക്ക് പിന്നെ എവിടെയെങ്കിലും ഇറക്കുക? ഇല്ല, ഇടയ്ക്ക് അങ്ങനെ ഞങ്ങൾ ഇറക്കത്തില്ല. ഇറക്കുന്നവരുണ്ട് എല്ലാവരും. ഇപ്പൊ വേറെ കൂട്ടമൊക്കെ കിടക്കുന്നവര് അങ്ങനെ വണ്ടിക്ക് ഒറ്റ ദിവസം കൊണ്ട് എത്ര? 6 മണിക്കൂർ കൊണ്ട് വരും. 6 മണിക്കൂർ കൊണ്ട്. ഇതിലിപ്പോ എത്ര തറവുണ്ട്? ഇതിപ്പോ 1500. മുട്ടൊക്കെ എങ്ങനെ ഇവിടെ തന്നെ സെയില്? മൊത്തം ഇവിടെ സെയില്. ഈ താറാവുകൾക്ക് ഇപ്പൊ ഏകദേശം എത്ര പ്രായം ഉണ്ടാവും? ഇപ്പൊ 7 മാസം കഴിഞ്ഞു. 8-ാം മാസമായി. ഇപ്പം മുട്ട ഇടേണ്ട ഒരു ടൈമാണ്. അതെ. ഓക്കെ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് ഒരു താറാവിന് നമുക്ക് എത്ര വർഷം നോക്കേണ്ടി വരും അതിന്റെ ഒരു ലാഭം കിട്ടുക എന്നുള്ള ഒരു മുട്ട? അങ്ങനെ ലാഭത്തിനല്ല, 1 വർഷത്തിക്കുള്ള ആരും ഇപ്പൊ നിർത്തത്തില്ല. അത് കഴിയുമ്പോൾ കൊടുത്ത് കാശ് മേടിക്കും. എന്നിട്ട് വേറെ കുട്ടികളെ വളർത്തും. ഈ ഒരു വർഷം ഏകദേശം നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇറച്ചിക്ക് കൊടുക്കുമോ, ഇല്ല കച്ചവടക്കാർക്ക് വളർത്താൻ കൊടുക്കും. അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നു. നമ്മൾ ഈ ഒരു ലെവലിൽ നോക്കുമ്പോൾ 1 വർഷം നമ്മൾ മാക്സിമം ഇട്ടേക്കത്തുള്ളൂ. മുടുകയുടെ സീസൺ കഴിയുമ്പോൾ കൊടുക്കും. ഇപ്പൊ ഇങ്ങനെ ഇറച്ചിക്ക് ആവശ്യക്കാർ കൊടുക്കുന്നുണ്ടോ? സിമ്പിളായിട്ടൊക്കെ ഇല്ല, ഇതിന് മുട്ടത്താറാൻ അങ്ങനെ കൊടുക്കത്തില്ല. അവരെ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ ഇത്രയും ലോങ് ഇത് താറാവിനായിട്ട് വരാനുള്ള കാരണം എന്താണ് മെയിനായിട്ട്? വെള്ളക്കുറവിൽ താറാവ് തപ്പിക്കാനും തീറ്റ കൊടുക്കാനും ഒക്കെ സൗകര്യങ്ങൾ കിട്ടും. അതുകൊണ്ട് വരുന്നു. അപ്പോ ആലപ്പുഴയിൽ ഇപ്പൊ കൃഷിയില്ലേ? കൃഷിയാ. അപ്പം അത് കൊയ്യുന്നവരവിടെ അതിനുള്ള സൗകര്യം കിട്ടത്തില്ല. ഉള്ളിടത്ത് വെള്ളം കൂടുതലായിരിക്കും. കായലിലൊക്കെ വെള്ളം കൂടുതലാണ്. അപ്പൊ തീറ്റ കൊടുക്കാനൊക്കത്തില്ല. അവിടെ പോയിട്ട് കൊടുക്കാനോ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള സ്ഥലത്ത് ഓരോരുത്തരും അവിടെ ഇവിടെ എല്ലാം കയറി തീറ്റ കൊടുക്കാൻ വരുന്നതാണ്. അപ്പൊ ഇവിടെ ആകുമ്പോ ഈസി ആയിട്ട് കൊടുക്കാം. വലിയ എക്സ്പെൻസ് ഇല്ല. തപ്പി അവർക്ക് ഞവണിയും ഞണ്ടും ഒക്കെ കിട്ടും. പിന്നെ നമ്മൾ തീറ്റ മാത്രം കൊടുത്താൽ മതി. ഇതിന് പുറമെ തീറ്റ കൊടുക്കണം. അരി കൊടുക്കണം. ശരി, ഓക്കെ.